പഹൽഗാം വിഷയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി കടക്കുന്നു. പഹൽഗാം സംഭവത്തിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൗണ്ടിലെ പോസ്റ്റ് ആയുധമാക്കി പാക് രാഷ്ട്രീയ നേതാക്കൾ. INC കേരള എന്ന എക്സ് അക്കൗണ്ടിലെ പോസ്റ്റാണ് മുൻ പാക് മന്ത്രി കൂടിയായ ഫവാദ് ഹുസൈൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നത്. അതേസമയം 16 യൂട്യൂബ് ചാനലുകളെ കേന്ദ്രം വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഡോൺ ന്യൂസ്, ജിയോ ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകളാണ് വിലക്കിയത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും ചേരുകയാണ്. സജിത്ത് വിവരങ്ങളുമായി ചേരുമ്പോൾ സജിത്ത്, ആദ്യം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ് അത് ഏത് തരത്തിൽ പാക് ഭരണകൂടത്തിന് ആയുധമായി മാറുന്നു? ഇതേത് തരത്തിലാണ് പാക് മന്ത്രി ഇത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്? അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര തലത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള നീക്കങ്ങളും തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ ആയുധമാക്കുന്നുണ്ട്. മണിപ്പൂരിലെ സംഘർഷ വിഷയങ്ങളൊക്കെ പാകിസ്ഥാൻ ഈ തുടക്കത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് പ്രതിരോധം എന്നോണം ഊന്നി പറഞ്ഞിരുന്നു. ഇതിൽ ഇപ്പോൾ അവർ ആയുധമാക്കുന്ന ഒരു പോസ്റ്റുകളിലൊന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇട്ട ഒരു പോസ്റ്റാണ്. എക്സ് അക്കൗണ്ടിൽ INC കേരള എന്ന അക്കൗണ്ടിൽ ഇട്ട പോസ്റ്റാണ് അവർ ആയുധമാക്കുന്നത്. പ്രധാനമായും ഈ പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റിലൂടെ കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ച ആക്ഷേപം ഇങ്ങനെയാണ്. പെഹൽഗാം എന്ന സ്ഥലം അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഈ 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ ഭാരമേറിയ ആയുധങ്ങളുമായി ഈ തീവ്രവാദികൾക്ക് സുരക്ഷിതമായി എങ്ങനെ എത്താൻ കഴിഞ്ഞു? ഇത്ര വിശദമായ ആസൂത്രണം നടത്താൻ എങ്ങനെ അവർക്ക് കഴിഞ്ഞു? അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഈ INC കേരള എന്ന അക്കൗണ്ടിലുണ്ടായത്. ഈ പോസ്റ്റ് അതേപടി പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റെടുക്കുന്നു എന്നതാണ് സാഹചര്യം. ഇത് ഫവാദ് ഹുസൈൻ അവിടുത്തെ മുൻ മന്ത്രി കൂടിയാണ്, ഒപ്പം തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം അടക്കം ഇത് ഉന്നയിക്കുകയാണ്. ഇത് റീട്വീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നിരവധി പോസ്റ്റ് ആയി ഇത് പാകിസ്ഥാനിൽ പ്രചരിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണം സമാനമായ രീതിയിൽ പാകിസ്ഥാനിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സർക്കാരുമൊക്കെ ആയുധമാക്കിയിരുന്നു. ഈ രീതിയിലേക്ക് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പോസ്റ്റും മാറുന്നു എന്നതാണ് സാഹചര്യം. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അതായത് ഇന്ത്യക്കകത്ത് തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന വാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ പോസ്റ്റിനെ ഇപ്പോൾ അവർ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. അത് ആ തരത്തിൽ പ്രചരിക്കപ്പെടുകയാണ്. ദേശീയ തലത്തിലും അതിന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പോസ്റ്റ് വലിയ ആയുധമാക്കി മാറ്റുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒരുപക്ഷെ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം. കോൺഗ്രസ് ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നു. സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ അത് അതീവ ഗൗരവകരമായി പോലും ചോദിക്കാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. മിലിറ്ററി ഓപ്പറേഷൻസ് അടക്കം നയതന്ത്ര തലത്തിലെ ഇടപെടലുകൾക്ക് ശേഷമായിരിക്കണം കോൺഗ്രസ് അത് രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മാറ്റുക. അതിനു മുൻപ് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ ട്വീറ്റ് ആയുധമാക്കി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP അത് മറു ആയുധമാക്കാനുള്ള ഒരു സാധ്യത, ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ സമയത്തും പ്രതീക്ഷിക്കേണ്ടി വരുമോ സജിത്ത്? അപർണ, ഇതിന്റെ സാഹചര്യം അതായത് ഈ നയതന്ത്ര തലത്തിൽ ഒരു മേൽക്കൈ നേടാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അത്തരം സമ്മർദ്ദതന്ത്രം, അത്തരം നീക്കങ്ങൾ തുടക്കം മുതൽ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇതിന് മറു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ചൈനയുടെ പിന്തുണ തേടാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തിയ ശ്രമം. ഒടുവിൽ അവിടെ ഒരു ഏറ്റവും സത്യസന്ധമായ അന്വേഷണം വേണമെന്ന് നിലപാടെടുക്കാൻ ചൈനയെ കൊണ്ട് പാകിസ്ഥാന് കഴിയുകയും ചെയ്തു. അങ്ങനെ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടിലേക്ക് ചൈന വന്നു എന്ന തോന്നൽ പൊതുവിൽ അവർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതിന് പുറമെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരും അടക്കം വലിയ മറ്റു പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ പഹൽഗാം സംഭവത്തിൽ പാകിസ്ഥാനിലേക്ക് സംശയ മുനകൾ നീണ്ടപ്പോൾ തന്നെ അതിന് തുടക്കത്തിൽ തന്നെ അവർ പ്രതിരോധം ഉയർത്തിയിരുന്നു. തങ്ങൾക്കൊരു പങ്കുമില്ല, തങ്ങൾക്കെതിരെ തെറ്റായ പ്രചരണം ഇന്ത്യ നടത്തുന്നു എന്നതായിരുന്നു അവർ ഉന്നയിച്ച വാദം. സമാനമായ നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്. അതായത് തുടക്കം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവർ ഉന്നയിച്ച ഒരു വാദം, മണിപ്പൂർ അടക്കമുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഇന്ത്യക്കകത്തുണ്ടാകുന്നുണ്ട്, അതിൻ്റെ തുടർച്ചയായേക്കാം പഹൽഗാം സംഭവം എന്ന വാദമാണ് പാകിസ്ഥാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അത് സമാന നിലപാടെടുത്ത് വീണ്ടും മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അതേ നിലപാട് വീണ്ടും ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്ന ഒന്നുകൂടിയായി ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പോസ്റ്റ് മാറുകയാണ്. കാരണം 200 കിലോമീറ്റർ അതിർത്തി മേഖലയിൽ നിന്നും കടന്നുവന്ന് എങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ ആസൂത്രിത നീക്കമാണ് എന്ന ഇന്ത്യയുടെ വാദത്തിന് വിരുദ്ധമല്ലേ? അത്തരം വാദം കേരളത്തിലെ ഇന്ത്യക്കകത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഇല്ലേ എന്ന ചോദ്യം കൂടി ഉന്നയിക്കാനാണ് പാക് രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു ഇന്ത്യ സജിത്ത്, ഇപ്പോൾ BJP നേതാവ് യുവരാജ് ഗോകുലിനൊപ്പം ചേരുന്നു. യുവരാജ്,
രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്നു എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ട് മണിക്കൂറുകളാകുന്നേ ഉള്ളൂ. പക്ഷേ ഈ തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പോസ്റ്റ് പാക് ഭരണകൂടത്തിലുള്ളവർ തന്നെ ആയുധമാക്കുന്ന ഒരു സാഹചര്യം, അത് ഏത് തരത്തിലായിരിക്കും BJP കാണുക? അല്ല, ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരത് ആദ്യമായിട്ടല്ലല്ലോ ഇത്തരം പണികൾ എടുക്കുന്നത്. ഒരു രാജ്യം ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിക്കേണ്ടുന്ന സമയത്ത് ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് നമ്മുടെ പ്രതിപക്ഷം മാറുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതിപ്പോ കോൺഗ്രസ് മാത്രമല്ലാതെ നിങ്ങളൊന്ന് നോക്കി നോക്കൂന്നേ. ഇപ്പൊ തുടക്കത്തില് ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക മരുമോനുണ്ടല്ലോ റോബർട്ട് വദ്ര, അദ്ദേഹം എന്താ പ്രതികരിക്കുന്നത്? ഇത് ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, ഹിന്ദുത്വ ഭരണം ഇവിടെ വന്നതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയാതെ പറഞ്ഞു വെക്കുന്നത്? ഇത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ചെയ്തതാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ ഭരണം വന്നു, ആ വന്നതിനെതിരായിട്ട് മുസ്ലിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ പഴി ആരുടെ തലയിലാണ് കൊണ്ടുവയ്ക്കുന്നത്? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിങ്ങളുടെ തലയിലല്ലേ. BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? BJPയുടെ ഏതെങ്കിലും നേതാക്കൾ അങ്ങനെ പറഞ്ഞോ? നമ്മൾ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമാണ് BJP അഭിപ്രായമായിട്ട് പറയുന്നത്. അതായത് എന്താണ്? പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിന്റെ പുറകിലെന്ന്. പക്ഷെ കോൺഗ്രസ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ഇന്നിപ്പോ അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കണ്ടായിരുന്നു? ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് പാകിസ്ഥാൻ എന്തിനാണ് ആക്രമിക്കുന്നത്? ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് ഇവരെല്ലാവരും പറഞ്ഞത് കശ്മീരിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നു എന്നല്ലേ. അപ്പൊ ഇവരെന്താ പറഞ്ഞു വയ്ക്കുന്നത്? കശ്മീരിലെ മുസ്ലിങ്ങളാണ് ആക്രമണം നടത്തിയെന്നാണോ? കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് പാകിസ്ഥാനാണ് പിറകിലെന്നാണ്. കേന്ദ്ര സർക്കാർ ആ പറയുന്നതിനോട് അമേരിക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇപ്പൊ തുളസി ഗബ്ബാർഡ് ചീഫയുടെ സെക്യൂരിറ്റിയുടെ ചാർജുള്ള ലീഡറാണ്, അവരുൾപ്പെടെ ഇന്ത്യയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്താണ് കോൺഗ്രസ് ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് കവറിംഗ് ഫയർ നടത്തി കൊടുക്കുന്നത്. ആ സാധാരണ നമ്മളെ എന്താ ശത്രുവിന് വേണ്ടിയിട്ട് കവറിംഗ് ഫയർ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അകത്തുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടി തന്നെ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ എന്താണ് ആ വിഷയത്തോട് പ്രതികരിക്കേണ്ടത്? ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റും BJP കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്നുകൂടിയാണോ യുവരാജ്? അല്ല, നമ്മളിപ്പോ രാഷ്ട്രീയം കളിക്കേണ്ടതോ രാഷ്ട്രീയം പറയേണ്ടതോ ആയിട്ടുള്ള സമയമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരുടെയും ശ്രദ്ധ ഈ പറയുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ട് വിഷയമാക്കി മാറ്റുക എന്നുള്ളതൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും പരിപൂർണമായ ശ്രദ്ധ നമുക്ക് പുറത്തൊരു ശത്രു നിലപാടെടുക്കുക എന്നുള്ള നിലയിലാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ദയവ് ചെയ്ത് ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് മാറാതിരിക്കുക എന്നുള്ളൊരു കാര്യമെങ്കിലും അവർ തൽക്കാലം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നോട് പറയാനുള്ളത്. ഇത് പക്ഷേ അത്രയും പറയുമ്പോഴും ഇതൊരിക്കൽ BJP അധികാരമില്ലാതിരുന്ന കാലത്ത് നരേന്ദ്രമോദിയുടെ ട്വീറ്റ് പോലും ദഹാർ റാണയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അതൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണല്ലോ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ തരത്തിൽ വീഴ്ചയുണ്ടായോ കേന്ദ്ര സർക്കാരിൽ എന്നുള്ള ചോദ്യവും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്ന കാര്യമില്ലേ? അത് BJPയും ചെയ്തിട്ടുള്ളതല്ലേ? BJP ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ടൈമിംഗ് എന്ന് പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ പറയുന്നത് നരേന്ദ്രമോദിജി മൻമോഹൻ സിംഗിനെ വിമർശിച്ചു എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് ആണല്ലോ. അതെ, നരേന്ദ്രമോദിയുടെ വിമർശനം എപ്പോഴാണ്? 12 മുംബൈ ടെറർ അറ്റാക്ക് എപ്പോഴാണ് നടന്നിരിക്കുന്നത്? 2008 4 വർഷം കഴിഞ്ഞിട്ട്. അല്ലാണ്ട് രാജ്യം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന സമയത്തല്ല അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് BJP വിമർശിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മുംബൈ ടെറർ അറ്റാക്കിൽ 166 പേര് കൊല്ലപ്പെട്ടു, സിവിലിയൻസ് കൊല്ലപ്പെട്ടു. 166 എന്ത് നടപടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? നിങ്ങൾ എല്ലാവരും ഇപ്പൊ തിരിച്ചടിയപ്പോ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ചോദിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നോ എപ്പോ തിരിച്ചടി ഉണ്ടാവുമെന്ന്? തിരിച്ചടിക്കാൻ പോയിട്ട് അങ്ങോട്ടേക്ക് നോക്കാനെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ വിമർശനം ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പൊ നിലവിൽ അങ്ങനെയല്ല. റൈറ്റ്, BJP നേതാവ് യുവരാജ് ഗോകുലാണ് പ്രതികരിച്ചത്. നന്ദി. സാങ്കേതിക വിഷയങ്ങൾ കേണൽ ഡിന്നി കൂടി നമുക്കൊപ്പം ചേർന്നു. കേണൽ ഡിന്നി, കോൺഗ്രസിന്റെ എക്സിലെ പോസ്റ്റ് ആയുധമാക്കുന്നു പാക് മന്ത്രി. ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വീഴ്ച കൂടി പരിശോധിക്കണ്ടേ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാം. അതൊരു പക്ഷെ ഇപ്പോഴെങ്കിൽ പിന്നെ അല്ലെങ്കിലും അത് അത്തരം ചോദ്യം ഉയരും. ആ തരത്തിലാണോ കണക്കാക്കേണ്ടത്? അതോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി, ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഉയർത്തുകയും അത് പാക് നേതാക്കന്മാർ ആയുധമാക്കുകയും ചെയ്തു, അങ്ങനെയാണോ? ഈ ഒരു പോസ്റ്റ് ഞാനും ശ്രദ്ധിച്ചായിരുന്നു. കാരണം അത് പാകിസ്ഥാനിൽ വലിയ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മളത് കണ്ടു. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്.
കോൺഗ്രസിനെ പോലെ ഉള്ള ഒരു പാർട്ടി, നമ്മുടെ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു പാർട്ടി, പ്രതിപക്ഷത്തിന്റെ നേതാവ് ഉള്ള പാർട്ടി വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. കാരണം ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനകത്ത് ഒരു വാസ്തവമില്ല എന്നുള്ളത് കാര്യമാണ്. ഈ കശ്മീരിലെ ഭീകരവാദം എങ്ങനെയാണെന്ന് 30 വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഈ 200 കിലോമീറ്ററിന്റെ എങ്ങനെയാണ് അവരകത്ത് വന്നതെന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് അണ്ടറിലും എന്നെ പോലുള്ള ഇന്ത്യൻ സൈനികർ അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അറിയാത്ത ആളുകളല്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നത്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ്, ദൗർഭാഗ്യകരമെന്നായിട്ട് പറയേണ്ടി വരും. കാരണം ഇതൊരു പോസ്റ്റിൽ പിടിച്ചിട്ടാണ് ഇപ്പൊ പാകിസ്ഥാൻ നമ്മളെ അഗേൻസ്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ശത്രുപക്ഷത്തേക്ക് നമ്മളെ അടിക്കാൻ വേണ്ടി ഒരു വടി എടുത്തു കൊടുക്കുകയാണ്. അതും ശരിയായ പക്ഷത്തല്ല, തെറ്റായ ഒരു നരേറ്റീവിനെ നമ്മളായിട്ട് സൃഷ്ടിച്ച് അവർക്ക് കൊടുക്കുകയാണ്, നമ്മൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഒരു നിമിഷം പോലും ഈ മരിച്ച 26 പേര് എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതം മൊത്തം ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഒന്നും ചിന്തിക്കാതെ വെറും രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ഇത് രാഷ്ട്രീയ താല്പര്യം, രാഷ്ട്ര താല്പര്യത്തിന് മുകളിൽ രാഷ്ട്രീയ താല്പര്യം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിന് തന്നെ വളരെ നല്ല ലീഡേഴ്സ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന്, അതുപോലെ തന്നെ മനോജ് തിവാരി എന്ന് പറഞ്ഞിട്ടുള്ള ലീഡർ, ആ ലീഡർ വരും, അവരുടെ ലീഡേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. രാഷ്ട്രം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അഫ്കോഴ്സ് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇതിനകത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇല്ലയോ, ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായോ ഇല്ലേ, അതൊക്കെ പിന്നീട് കണ്ടെത്തി അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യും. ഇത് ആദ്യമായിട്ടല്ലല്ലോ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ, നമുക്കൊരു വ്യവസ്ഥ ഉണ്ടല്ലോ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ അണ്ടറിൽ തന്നെയാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇപ്പം വെറും 3-4 ദിവസം ആവുന്നതിന് മുമ്പ് ഇതുപോലെ ഈ ഭീകരവാദികൾ 200 കിലോമീറ്റർ വന്ന് ആയിട്ട് തിരിച്ചു പോകുന്നുള്ളത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു രീതി. അങ്ങനൊന്നുമല്ല, തെറ്റാണത്. അവർ നുഴഞ്ഞു കയറി വരാറുണ്ട്, അവരവിടെ 3-4 മാസം നിൽക്കാറുണ്ട്, അവരെ ആ 3-4 മാസത്തിൽ ഇന്ത്യൻ സേന അവർ വധിക്കാറുണ്ട്. ചിലപ്പോൾ ചിലവർ തിരിച്ചു പോകാറുണ്ട്, പിന്നീട് അവർ വീണ്ടും വരാറുണ്ട്. കുറെ പേരെ ലൈൻ ഓഫ് കൺട്രോളിൽ തന്നെ വധിക്കാറുണ്ട്. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൊടും കാടാണ്. ആ കാട്ടിൽ കൈയും പിടിച്ചോണ്ടല്ല, ഓരോ കൈയും പിടിച്ച് ഇങ്ങനെ സൈനികർ നിൽക്കുകയല്ല. ധാരാളം ഏരിയ ഉണ്ട്, ധാരാളം ഏരിയയിൽ കൂടെ നുഴഞ്ഞു കയറാൻ സാധിക്കും. പക്ഷെ ഒരു ഭാരതീയ സൈന്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നുഴഞ്ഞു കയറി വരുന്നവരെ ഈ ഉള്ളിൽ നമ്മൾ വധിക്കാറുണ്ട്. അതുകൊണ്ടല്ല ഇന്ന് ഇത്രയും ശാന്തിയും ഇത്രയും 2.35 കോടി ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ സമാധാനം ഉണ്ടെന്നുള്ളതല്ലേ. അപ്പൊ അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ശത്രുക്കൾക്ക് നമ്മളൊരു വടി കൊടുക്കുകയാണ്, ഒരു തെറ്റായ വടി, ഒരു കള്ളപ്രചരണം ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കേണൽ ഡിന്നി കൂടിയാണ് പ്രതികരിച്ചത്. വീണ്ടും സജിത്തിലേക്ക്. സജിത്ത്, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളി നമുക്ക് വെച്ചിരുന്നു. വസന്ത്, കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ് പാക് മന്ത്രിമാർ പോലും ഉപയോഗിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും രാജ്യത്തിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു അവസരം കൊടുത്തു രാജ്യം ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്നുള്ള വിമർശനം BJPയുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുന്നത്? അപർണ, ഭീകരവാദികളുടെ കയ്യിൽ ആയുധം എങ്ങനെ എത്തുന്നു? പണം എത്തുന്നു. മുഴുവൻ പണവിനിമയവും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. RBI നിങ്ങളുടെ കയ്യിലല്ലേ? സിസ്റ്റം എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ സിസ്റ്റമൊക്കെ എങ്ങനെ ഭീകരവാദികൾക്ക് കിട്ടുന്നു? ചോദിക്കുന്നത് കോൺഗ്രസ് അല്ല. 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചോദിച്ച ചോദ്യമാണ്. അതായത് അന്ന് അവിടെ വന്ന ഭീകരർക്ക് പണം കൊടുത്തത് അന്ന് ഭരിച്ച UPA സർക്കാരാണ് എന്നുള്ള ധ്വനിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ മാസം 29-ാം തീയതി അറ്റാക്ക് കഴിഞ്ഞതിന് പിറ്റേ ദിവസം നവംബർ മാസം 30-ാം തീയതി പ്രതികരിക്കുന്നത്. നോക്കൂ, ഈ അറ്റാക്ക് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഭീകരവാദികളെ കൊണ്ടുവന്നത് ഭരിക്കുന്ന സർക്കാരാണെന്ന് അന്ന് നരേന്ദ്രമോദിക്ക് പറയാമെങ്കിൽ ഇന്നുണ്ടായ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പഹൽഗ്രാം ആക്രമണം ഉണ്ടായതിന്റെ 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബീഹാറിലെ ഇലക്ഷൻ റാലിയെ അഭിസംബോധന ചെയ്യാൻ പോവുകയല്ല ചെയ്തത്. ഞങ്ങൾ ചെയ്തത് CWC, കോൺഗ്രസിന്റെ പരമോന്നതാധികാര ബോഡിയാണ് CWC, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. അത് വിളിച്ചു ചേർത്ത് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. എന്തായിരുന്നു ഞങ്ങളുടെ നിലപാട്? തൽക്കാലം വിമർശനങ്ങളില്ല. ഈ വിഷയത്തിൽ പാകിസ്ഥാനാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി കൊടുക്കണം. അതിനേതറ്റം വരെയും സർക്കാരിനൊപ്പം നിൽക്കും. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഴുതടച്ച അന്വേഷണം ഉണ്ടാവണം. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പോ പക്ഷെ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനെതിരെ തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ, പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഭരണകൂടവും ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള മന്ത്രിമാരും ശ്രമിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരം പറയേണ്ടതായി വരില്ലേ? നോക്കൂ, രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിൽ ചുമതലയാണ്
കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. അത് 2 സെക്ടറിന്റെ ആക്കി കൊടുത്തത് ആരാണ്? കോവിഡിന് ശേഷം 1.5 ലക്ഷത്തോളം സൈനികരെ വെട്ടിക്കുറയ്ക്കുന്ന നിലയിലേക്ക് പോയത് ആരാണ്? ഈ പറയുന്ന പഹൽഗ്രാം എന്ന് പറയുന്നത് വളരെ അതിതന്ത്രപ്രധാന മേഖലയാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വന്നിട്ട് തിരിച്ചൊരു വെടി ഉതിർക്കാൻ അവിടെ ഒരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നോ? അവരുടെ കാണുന്നതാണല്ലോ, ഒരു പട്ടാളക്കാരൻ പോലും അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്ത് സുരക്ഷ ഇവർ നടത്തിയത്? അത് ചോദ്യം ചെയ്യും, അത് വിമർശിക്കപ്പെടും. അത് വിമർശിക്കുമ്പോ അത് പാകിസ്ഥാനി എടുത്തുകൊണ്ട് പോയി റീട്വീറ്റ് ചെയ്തു, ചൈനക്കാരൻ എടുത്തുകൊണ്ട് പോയി ട്വീറ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളെല്ലാം അങ്ങ് എന്താണ് രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 രാജ്യദ്രോഹി ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ്. കാര്യം അദ്ദേഹമാണല്ലോ രാജ്യം നടുങ്ങിയ ഈ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു മുംബൈയിലേത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ രാജ്യം നടുങ്ങിയ സമയത്ത് സർക്കാരാണ് ഭീകരവാദികളെ ഫണ്ട് ചെയ്യുന്നത് എന്നുള്ള നിലയിലുള്ള പ്രതികരണവുമായി വന്നത് നരേന്ദ്രമോദിയല്ലേ? ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറയുന്നുണ്ടോ സർക്കാരാണ് ഇവരെ ഫണ്ട് ചെയ്യുന്നതെന്ന്? ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ഡ്രാമയാണ് ഇത് എന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറയില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാം. ഞങ്ങളല്ലല്ലോ ആദ്യം പറഞ്ഞത്. ഏറ്റവും ആദ്യം പറഞ്ഞത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇവരുടെ ആദരണീയനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതിന് ഞങ്ങൾ എന്തിനു തള്ളിക്കളയണം? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അതിനെപ്പറ്റി അന്വേഷണം നടത്തും എന്നെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നേ അത് ഇപ്പോ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ഞാനും അപർണയും ഒരുമിച്ച് ചർച്ചയിൽ ഇരുന്നത് പോലെ തന്നെ നാഷണൽ മീഡിയാസിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണം ഉണ്ടാകുന്നോടം വരെ മോദി സ്തുതി മാത്രം പറഞ്ഞിരുന്ന അർണ ഗോപ്സ്വാമിയുടെ ചാനലിൽ പോലും മോദിക്കെതിരായി ഇത്രയും കാലം മോദി സ്തുതി പാടിയിരുന്നവർ തിരിച്ചു പറയുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാ? സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സൈന്യത്തിന് രാഷ്ട്രീയ റൈഫിളിന് 1 സെക്ടറിന് പകരം 2 സെക്ടറിന്റെ അധിക ചുമതല കൊടുത്തിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം സൈനിക റിക്രൂട്ട്മെന്റുകൾ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന മറ്റുള്ള വഴികളിലേക്ക് സൈന്യത്തെ കുറച്ചുകൊണ്ട് പൈസ കൂടുതൽ ഖജനാവിൽ നിലനിർത്താം എന്നുള്ള ചിന്ത ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യും. പക്ഷെ അത് ചർച്ച ചെയ്യേണ്ട അവസരം ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ പറയാതിരിക്കാൻ അല്ല, അതാണ് വസന്ത്, അത് നിങ്ങൾക്കും അറിയാം. ഇത് ഈ ചൈന പോലും ചില നിലപാടുകൾ എടുക്കുന്ന സാഹചര്യം ആഗോളതലത്തിൽ ഇന്ത്യ പറയുന്ന നിലപാടിനൊപ്പം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് രാജ്യത്തെ ശക്തമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ ആ നിലപാടിനെ തന്നെ വീക്കനാക്കുകയാണ്. ഒരിക്കലുമല്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണ് രാജ്യത്തിന്റെ സ്റ്റേക്കിനെ ബാധിക്കുന്നത്? ഇന്ത്യ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുരക്ഷാ വീഴ്ച ഉണ്ടായില്ലെന്ന്? പാകിസ്ഥാനാണ് എന്നാണ് നമ്മുടെ ആരോപണം. കോൺഗ്രസ് എവിടെയെങ്കിലും ഇത് പാകിസ്ഥാനല്ല, പാകിസ്ഥാൻ സ്പോൺസേഡ് അല്ല എന്ന് പറഞ്ഞില്ല. അതായത് രാജ്യത്തിന്റെ പൊതു നിലപാട്, രാജ്യം എന്ന് പറയുന്നത് BJP അല്ല കേട്ടോ, കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടാണ് രാജ്യത്തിന്റെ നിലവിലെ പൊതു നിലപാട്. യുദ്ധസമാനമായ ഒരു സാഹചര്യം. അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇത് പാക് സ്പോൺസേഡ് ആണ്. 1. 2, ഇത് ഒരിക്കലും വെച്ചു പുറപ്പിക്കാനാവില്ല. രക്തവും വെള്ളവും ഒരുമിച്ച് നദിയിലൂടെ ഒഴുക്കാൻ സമ്മതിക്കില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ്. ഈ നിലപാടിന് സമ്പൂർണ്ണ പിന്തുണ, യാതൊരു അതിർവരമ്പുകളുമില്ലാത്ത പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നത്. ഇത് ഒരിടത്തും ഞങ്ങൾ ഖണ്ഡിച്ചിട്ടില്ല. എന്നാൽ രാജ്യത്തിന്റെ ഉള്ളിൽ ചില കേന്ദ്രമന്ത്രിമാരടക്കം ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല, അത് പ്രതിപക്ഷം പറയുന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഇന്ന സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കും. എന്തിനു വേണ്ടിയാണ്? ശരി, അഡ്വക്കേറ്റ് വസന്ത് തെങ്കുപള്ളിയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് VT ബൽറാം നമുക്കൊപ്പം ചേരുന്നു. VT ബൽറാം, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കാനുള്ള അല്ലെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഏത് ഘട്ടത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് BJP നേതാക്കൾ. ഇപ്പോഴാണോ അത് ചെയ്യേണ്ടത്? കാരണം ലോക രാഷ്ട്രത്തിന് മുന്നിൽ ഇന്ത്യ ഒരു വാദം ഉന്നയിക്കുന്നു, ആ വാദത്തിനൊപ്പം നിൽക്കണമെന്ന് മറ്റ് ലോകരാജ്യങ്ങളോട് പറയുന്ന സമയത്ത് ഈ വീഴ്ചയൊക്കെ ഉണ്ടായത് ഈ രാജ്യത്ത് തന്നെയാണ് എന്ന് കോൺഗ്രസിന്റെ സമൂഹ മാധ്യമത്തിൽ വരുമ്പോൾ അത് റീട്വീറ്റ് ചെയ്യുന്നു പാക് മന്ത്രി. അത്തരത്തിൽ ഉള്ള ഒരു നിലപാടെടുക്കുന്നത് മോശമായി പോയി എന്ന് BJP പറയുന്നതിൽ അർത്ഥമില്ലേ? ഒരർത്ഥവുമില്ല. കാരണം BJPയുടെ നേതാവായ ഇന്ത്യ പ്രധാനമന്ത്രി തന്നെ മുൻകാലങ്ങളിൽ ഏതെല്ലാം രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. നരേന്ദ്രമോദിയുടെ വാക്കുകൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയായിരുന്നല്ലോ, അന്നത്തെ വാക്കുകൾ. അപ്പോ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ സുവ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതൃത്വം വരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി ഒരു പ്രമേയ രൂപത്തിൽ തന്നെ അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ മാസ്റ്റർ മൈൻഡ് ചെയ്തിട്ടുള്ള അതിർത്തി കടന്നിട്ടുള്ള ഒരു ഭീകരവാദമാണ്. അത് ആദ്യമായി കാറ്റഗറിക്കലായി പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്.
ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ആ സർക്കാരുമായി ബന്ധപ്പെട്ട ആരും പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാൻ ധൈര്യപ്പെടാതിരുന്ന സമയത്ത് ഇത് പാകിസ്ഥാൻ മാസ്റ്റർ മൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ്, ഇന്ത്യക്ക് നേരെയുള്ള ഒരു അറ്റാക്കാണ് എന്നുള്ള നിലപാട് കൃത്യമായി എടുത്ത രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പിന്നെ പാകിസ്ഥാന്റെ മന്ത്രിമാര് ഇത് റിപ്പീറ്റ് ചെയ്യുക, അതൊക്കെ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നൊക്കെ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ, ഇന്ത്യക്കെതിരായിട്ടുള്ള അങ്ങേയറ്റത്തൊരു വെറുപ്പിലും ഇന്ത്യ വിരുദ്ധതയിലും മാത്രം നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ. ഇന്ത്യ പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജിങ്കോയിസം ഒന്നുമല്ല ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ്. ഭരണകൂടം അക്കൗണ്ടബിൾ ആണ്, പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആണ്, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ്. ആ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങളടക്കം ആദ്യം റിപ്പോർട്ട് ചെയ്താണല്ലോ. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കിൽ നിന്ന് പോലും അത് വന്നതാണ്. പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള സ്വാധീനം ഉണ്ടായെന്നോ അറിയില്ല, നിങ്ങൾ ആ വാദത്തിൽ നിന്ന് പിൻവാങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഞാൻ ഇന്നത് കേരളത്തിലെ കോൺഗ്രസ് അതിന്റെ ട്വിറ്റർ ഹാൻഡിലൂടെ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി AICC വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം, അതിൽ നിന്ന് ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഞാനത് കൃത്യമായി തന്നെ വായിക്കാം. Pahalgam is known to be a heavily guarded area secured by a 3-tier security arrangement. It is imperative that a comprehensive analysis is conducted into the intelligence failures and security lapses that enable such an attack in a union territory, an area directly under the purview of the Union Home Ministry. These questions must be raised in the larger public interest. This is the only way justice can truly be seen to be served to the families whose lives have been so brutally devastated. അതായത് കോൺഗ്രസ് ഇക്കാര്യം ഈ രാജ്യത്തിന്റെ ഒരു പൊതു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുക, അതിൽ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തുക, അതിൽ പരിഹാരങ്ങൾ ഉണ്ടാവുക. അതാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ഫാമിലീസിനോട്. അല്ല, അപ്പോഴും ശ്രീ വി ടി ബലറാം, ഇത് ഏത് സമയത്ത് എന്നുള്ള ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി ഇട്ട ട്വീറ്റൊക്കെ ഇതിനകത്ത് ചർച്ചയാവുന്നുണ്ട്. പക്ഷെ അത് മുംബൈ അറ്റാക്കിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇട്ടത് എന്നൊരു ചോദ്യമാണ് BJP ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അഡ്രസ് ചെയ്യുകയാണ്. മനസ്സിലായി. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം വളരെ കൃത്യമായി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ചോദിച്ചത്, BSF നിങ്ങളുടെ കയ്യിലല്ലേ, CRPF നിങ്ങളുടെ കയ്യിലല്ലേ, പിന്നെ എന്തുകൊണ്ട് അതിർത്തി കടന്ന് ഭീകരർക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു, അവർക്ക് എങ്ങനെ ആയുധങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നു? ഇതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർത്തേണ്ടത്. അതിനപ്പുറത്തൊരു ചോദ്യം ഉയർത്തിയിട്ടില്ല. ടൈമിങ്ങിലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഭരണകൂടം സമ്മതിച്ച് ഇനി ഭാവിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ, അക്നോളജ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഉണ്ടെന്നില്ല. ആർക്കെങ്കിലും അക്കൗണ്ടബിലിറ്റി വേണ്ട. നിങ്ങൾ എന്താ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് അസ്വസ്ഥരാവേണ്ട കാര്യം എന്താണ്? നിങ്ങൾ മാധ്യമങ്ങളിലൂടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരേണ്ട ചോദ്യമായിരുന്നില്ലേ അത്? പാകിസ്ഥാൻ അവരുടെ പണി അവരുടെ രീതിയിൽ ചെയ്യുമോ? അല്ല, ഈ പാക് മന്ത്രി ഇത്, അതായത് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ ഇതിനകത്ത് ബന്ധമില്ല എന്നുള്ളൊരു കാര്യമാണ്. ബന്ധമില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ അത് സ്ഥാപിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ട്വീറ്റ് ആയുധമാക്കുമ്പോൾ അവിടെ ഒരു ചിത്രം മാറുന്നുണ്ട്. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ? അതിനകത്തൊരു ചെറിയൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ഇല്ലേ? ഞാൻ പറയുന്നത് പാകിസ്ഥാനെയും ഇന്ത്യയെയും നിങ്ങൾ ആ നിലയ്ക്ക് കമ്പയർ ചെയ്യരുത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം നിൽക്കുന്ന ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്, ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിൽ പാകിസ്ഥാന്റെ രീതിയിലായിരിക്കില്ല ഇന്ത്യയിൽ ചോദ്യം ചെയ്യുക. ഇന്ത്യയിലെ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ആ മറുപടി ഉണ്ടാകുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ രാഷ്ട്രീയ പ്രചരണമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ പഹൽഗാം എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് കശ്മീര്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ, കേരളത്തെ പോലെ ലോ ആൻഡ് ഓർഡറിനോ അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രണത്തിലല്ല അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ. അത് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവിടുത്തെ പോലീസിന്റെ ഹെഡ് എന്ന് പറയുന്നത് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറാണ്, ചീഫ് മിനിസ്റ്റർ അല്ല. അവിടുത്തെ പോലീസിന്റെ തലവനെ നിയമിക്കുന്നത് അവിടുത്തെ ചീഫ് മിനിസ്റ്ററോ സംസ്ഥാന ഭരണകൂടമോ അല്ല. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അവിടുത്തെ പോലീസിനെ ചെലവഴിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലടക്കം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പലതരത്തിലുള്ള ആളുകൾ പറഞ്ഞിരുന്നത് എന്താ,
അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായത് കശ്മീരിലെ പോലീസിന്റെ ഭാഗമായിട്ടാണ്. അത് എന്താ പറയാ, ഉമർ അബ്ദുള്ള സർക്കാർ വരുത്തിയ വീഴ്ചയാണ്. ഈ ടൂറിസം തുറന്നു കൊടുത്തത് ഇതിനെ അറിയിച്ചില്ല, സുരക്ഷാ സേനയെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇവിടെ BJP ആണ്. അത് നിങ്ങളെന്താ കാണാതെ പോകുന്നത്? ഇവിടെ BJP അല്ല, ഇനിയിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും BJP കുറ്റപ്പെടുത്തുക. പോയി പണി നോക്കാൻ പറയും ഞങ്ങൾ. കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്? കോൺഗ്രസിന് നേരെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ് ബീഹാറിലെയും മറ്റും ആളുകളെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കും. ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചോദ്യം ഉന്നയിക്കും. കാരണം നാളുകളിൽ ഈ ഭീകരാക്രമണം ഉണ്ടാവരുത്. സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യപ്പെടണം. അതിൽ പരിഹാരങ്ങൾ ഉണ്ടാവണം. ഉത്തരവാദികളെ ഫിക്സ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പാകിസ്ഥാനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. പാകിസ്ഥാനെതിരായിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകൾക്കും സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതല്ല ഇത് രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റാനും ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും എന്താണോ പാകിസ്ഥാൻ തീവ്രവാദികൾ ആഗ്രഹിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ടൊക്കെ ഇതിനെ ചിത്രീകരിക്കാനും BJP ശ്രമിച്ചാൽ അതിനെ ആ നിലയിൽ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തുറന്നു കാണിക്കും, എതിരിടും. അതിൽ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങളെ ഭീകരവാദികളായിട്ടോ പാകിസ്ഥാൻ അനുകൂലമായിട്ടോ ചിത്രീകരിക്കുമെന്നുള്ള ഒരു കോംപ്ലക്സും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട്. നന്ദി. VT ബൽറാമാണ് പ്രതികരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുണ്ട്. ആ തരത്തിലുള്ള പ്രതികരണമാണ്. അതിനെ രാഷ്ട്രീയപരമായിട്ട് മാറ്റാനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഗൗനിക്കുന്നില്ല എന്നുകൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. സ്വർണം